നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് നിനക്ക് പോയി ചത്തൂടേടി, നിനക്ക് നാണോ ഇല്ലേടി, നിനക്ക് നാണോ മാനോ ഇല്ലേടി ഈ വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. നമ്മളുടെ എന്താ പറയുക, വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടിയിട്ടല്ല, കുറച്ച് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. ആരാണ് എന്താണ് എന്നൊക്കെ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് പറയാനും നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കാനും ഒക്കെ കുറേ പേര് കാണും. അത് ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, ശരിയാണ്, അത് തിരുത്താം എന്നൊക്കെ പറയാം. പക്ഷേ എന്തിനാണ് ഇങ്ങനെ? ഞാനിപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ, ഡെയിലി ഞാൻ ചെയ്യുന്ന ജോലികൾ, വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, ഒരു വീടാകുമ്പോൾ എന്തെല്ലാം ജോലികൾ ഉണ്ടായിരിക്കും എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. അതൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട് ഇങ്ങനെ വെമ്പി വരുന്നത്. കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. എങ്കിലും പലരും എനിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെക്കാട്ടി നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരുപാട് വ്ളോഗേഴ്സും ഫാമിലി വ്ളോഗേഴ്സും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ടാവുന്നത് ഈ ഇലക്ഷൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റുമായിട്ട് പോകും. അപ്പോൾ അത് വരുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, സൗണ്ട് ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ പോട്ടെ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അടുക്കള ജോലി ചെയ്യുന്നത് കാണുമ്പം ചിലർക്കൊക്കെ ഇങ്ങനെ ചൊറിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ, ഇതിലെന്തോ പുതുമയുള്ളത് എന്നൊക്കെ പറയും. മക്കൾ അതിൽ പിടിക്കാതെ, ഇതിലൊക്കെ എന്താണ് പുതുമ എന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ വരും. എന്താണ് പറയുന്നതെന്നോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചെയ്യുന്ന ജോലികൾ മോശമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, വീഡിയോയിൽ നമ്മൾ മോശമായിട്ടൊന്നും പറയുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ മാന്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അത് നമ്മുടെ സന്തോഷമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ 4 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. യൂട്യൂബ് ചാനൽ ഈ 4 വർഷം തുടങ്ങിയെന്ന് പറയുമ്പം ഈ 4 വർഷവും എനിക്ക് അതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. 4 വർഷത്തിന് ശേഷമാണ്, അതായത് ഒരു 3-3.5 വർഷത്തിന് ശേഷമാണ്, 3.5 വർഷം ആയപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും എനിക്ക് അതിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയതും. അപ്പോൾ അത് വേറൊരു സന്തോഷമായിരുന്നു, അത് വേറെ കാര്യം. ഇത്രയും പല നെഗറ്റീവ്സും പല എതിർപ്പുകളും ഉണ്ടായിട്ടും നമുക്കിങ്ങനെ നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് നമുക്ക് അനുഭവിച്ച് മാത്രമേ, അത് കിട്ടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഈ നെഗറ്റീവ് പറഞ്ഞ് ചെയ്യുന്ന, നിനക്ക് ഇതിൽ നിന്ന് എന്താണ് നേടുന്നത്, നിനക്ക് ഇതിൽ നിന്ന് എന്താണ് നേട്ടം, നീ വെറുതെ കിടന്നുകൊണ്ട് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്, വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നത് എന്തിനാണ് നാട്ടുകാരെ. അടുക്കളപ്പണി അത്രയ്ക്ക് മോശമാണോ? നമ്മൾ ഈ പറയുന്നവർ പോലും ഈ അടുക്കള പുകഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ പട്ടിണിയായിരിക്കും. അടുക്കളയിൽ ജോലി ചെയ്താൽ, ഒരു വീടാകുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്താൽ മാത്രമേ അന്നന്ന് നമുക്ക് ഫുഡ് കഴിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചോദിക്കും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചു കൊടുക്കുന്നത്. പുറത്തുനിന്ന് എത്ര ദിവസം ഒന്നും പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കും. അത് അങ്ങനെ കഴിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. ഒരു ദിവസം പോട്ടെ, ഒരു ദിവസം കഴിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ആ രുചിയുണ്ട്, എന്നും ഇതങ്ങ് ശീലമാക്കാന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ദിവസവും വാങ്ങിച്ച് കഴിക്കുമ്പോൾ കൂടിപ്പോയാൽ ഒരാഴ്ച കഴിക്കുമായിരിക്കും. അതിനുശേഷം നമുക്ക് വീട്ടിലെ ആഹാരം കഴിക്കാൻ തന്നെ തോന്നും, നമുക്ക് വീട്ടിലെ ആഹാരം മിസ് ചെയ്യും. അത് എന്താ പറയുക, അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുക. പുറത്തുനിന്ന് ആഹാരം സ്ഥിരമായിട്ട് കഴിച്ച് നോക്കണം, അപ്പോൾ അത് വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ വില മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഏത് വീഡിയോ ഇട്ടാലും എന്തൊരു വീഡിയോ ഇട്ടാലും ഈ വീട്ടിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അടുക്കള കാര്യങ്ങൾ ഇടുമ്പോഴേ, മുറ്റം തൂക്കുന്ന വീഡിയോ ഇടുമ്പോഴേ ഒക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും കേട്ടോ. അത് കാണുമ്പോഴത്തേനും നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല അറിവ് കിട്ടുന്ന വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഫാമിലി വ്ളോഗ് ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ടെക് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ചാനലുകൾ ഏതാണെന്ന് വെച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ താല്പര്യപ്പെടുന്ന വീഡിയോസ് കാണാനായിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും വരുന്നത്. നിങ്ങളിത് ഒരു വ്ളോഗ്, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവരുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കുത്തിയിരുന്ന് കണ്ടിട്ടാണ്, നിങ്ങളത് മനസ്സിലാക്കണം. കുത്തിയിരുന്ന് കണ്ടിട്ട് അതിന് നെഗറ്റീവ് പറഞ്ഞിട്ട് അപ്പോൾ പിറ്റേ ദിവസം യൂട്യൂബ് നിങ്ങൾക്ക് അതേ ഇതിൻ്റെ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ തരും. അങ്ങനെ കാണുമ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളങ്ങനെ കാണണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസൊക്കെ കണ്ട് അതിന് കമൻസ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചാനലുകൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരത്തില്ല. ഞാൻ പലരുടെയും എനിക്ക് അല്ലെങ്കിൽ എൻ്റെത് പോട്ടെ,
പല വീഡിയോസിൻ്റെയും ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലി വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യുന്നവരുടെ വീഡിയോയുടെ താഴെ നെഗറ്റീവ് പറയുന്ന കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പോയി ചത്തൂടേടി എന്ന് വരെ പറയുന്നവരുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ചിരി വരുമായിരുന്നു, ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു ഗുണവും ഇല്ല, നമുക്കതുകൊണ്ട് ഒരു ദോഷവും ഇല്ല, അവർക്കതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. മനസ്സിലായോ? ഈ നെഗറ്റീവ് പറയുന്നവരോട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ ഈ വീഡിയോ. നെഗറ്റീവുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ടാണ് സമർപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോടാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു വീടാവുമ്പോൾ പല ജോലികൾ കാണും. ജോലികളെന്ന് വെച്ചാൽ മുറ്റം തൂക്കുന്നത് ഒരു ജോലി, വീട്ടിൽ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്, അടുക്കള ക്ലീൻ ചെയ്യുന്നത്, പാത്രം കഴുകുന്നത്, പെരയ്ക്കകം തൂക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കുന്നത്, പറക്കി ഒതുക്കുന്നത്, ബാത്റൂം ക്ലീൻ ആക്കുന്നത്. ഞാനങ്ങനെ ബാത്റൂം ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ബാത്റൂം ചെയ്യുന്നവരുണ്ട്, എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നത് അത് ഞാൻ ചെയ്യുന്നു, വീഡിയോ ആക്കുന്നു, നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഈ പറഞ്ഞ ജോലികൾ മാത്രമല്ല, ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു ഗാർഡൻ ലവർ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ജോലികൾ, ഇഷ്ടം പോലെ ജോലികൾ കാണും. മുറ്റം ക്ലീൻ ആക്കാനുള്ള ജോലികൾ കാണും. ഇതൊക്കെ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇത്ര നെഗറ്റീവ്, അല്ലെങ്കിൽ എന്താണ് ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണാം. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ചെയ്യുന്നവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്തിനാ? നമ്മളെ ആഗ്രഹം കൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും അതെടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ പൈസ കിട്ടുന്നുണ്ട്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ 4 വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ വെറുപ്പിക്കുന്ന വീഡിയോസ് പലരും ഉണ്ട്. വെറുപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് കാശുണ്ടാക്കുന്നവർ, പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടി. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാ, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. സത്യം, അത് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പലതും ചിന്തിക്കാനായിട്ട് കാണും. ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനായിട്ട് ടൈം കിട്ടത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് എന്ത് വീഡിയോ എടുക്കും, ഇന്ന വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിക്കുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ച് വിഷമിക്കല്ല ഞാൻ ചെയ്യുന്നത്. അടുത്തത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ എടുത്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു സമയം കിട്ടുമ്പോൾ ഞാൻ അതിന് വോയിസ് ഓവർ ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അടുത്തത് എന്തോ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കാനുള്ള ഒരു ഇത് വരുന്നില്ല. നമ്മൾ ഓരോ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് എന്താണോ താല്പര്യം, നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയി പോകുമ്പോൾ നമുക്ക് വിഷമിക്കാനുള്ള ഒരു ഇത് വരുന്നില്ല. നമ്മൾ അടുത്തത് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്ത് പോകും. തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യും, അൺലിസ്റ്റ് ചെയ്യും, പിന്നെ ടൈം കൊടുക്കും. ഇത്രയും തീയതി ഇത്ര സമയത്ത് അത് അപ്ലോഡ് ആവണം. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. അങ്ങനെ ഞാനിപ്പം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡാർക്ക് എന്തായിരിക്കും അവരിങ്ങനെ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു ചിന്തിക്കുന്നത്. ഈ തുടക്കക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഈ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് നിനക്ക് പോയി ചത്തൂടേടി എന്നൊക്കെ പോയി കമൻറ്റ് ചെയ്യുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിച്ച് ജീവിക്കുന്നത്? ഈ വ്ളോഗ് ചെയ്യുന്നവർ യൂട്യൂബിൽ മാത്രമേ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്ന് വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രഷർ ചെയ്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. യൂട്യൂബിലുള്ളൊരു വീഡിയോ ആയിട്ടാണ് അവർ വരുന്നത്. ഈ വ്ളോഗ് ചെയ്യുന്നവരാരും ആർക്കും ഒരു ദോഷവും ചെയ്തുകൊണ്ടല്ല വ്ളോഗ് ചെയ്യുന്നത്. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു ദോഷം അവർ ചെയ്യുന്നില്ല. പക്ഷേ ഈ നെഗറ്റീവോളികളാണ് ഇവർക്ക് ദോഷം ചെയ്യുന്നത്, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് നിന്നാൽ പോരെ. എന്തിനാ വെറുതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാനായിട്ട് നടക്കുന്നത്? എന്നെ പോലുള്ളവർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അത് ഞങ്ങൾ ചെയ്യുന്നു, ആർക്കും ഒരു ദോഷം ഇല്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നേ പറയുന്നുള്ളൂ. നെഗറ്റീവുകളോടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, വേറെ ആരോടും അല്ല. നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് വരുന്നവരോട് മാത്രമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന രീതിയിൽ ചെയ്തത്, അത് ചെയ്തത്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും, അത് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ നിനക്ക് പോയി ചത്തൂടേടി, നിനക്ക് നാണം ഇല്ലേടി, നിനക്ക് നാണോ മാനോ ഇല്ലേടി, ഈ വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കാൻ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുമ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.